എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് കോഴിയെയും ആടിനെയും ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോയിലും അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലും മെയിനായിട്ടും ഞങ്ങളുടെ വീട്ടിൽ താറാവിനായിട്ടൊരു കുളം കുഴിച്ചതും പിന്നെ വേറെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇവിടുത്തെ സമ്മർ ടൈമിലാണ്. വിൻ്ററും സ്പ്രിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. ടെമ്പറേച്ചേഴ്സ് 30 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ താറാവിന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചിക്കൻ കൂപ്പിൻ്റെ നടുക്ക് ഒരു ആർട്ടിഫിഷ്യൽ കുളം ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ആദ്യം കുഴിക്കുന്നതാണ് കാണുന്നത്. ആദ്യം കുളത്തിൻ്റെ ഷേപ്പിൽ റൗണ്ടായിട്ടൊന്ന് വരച്ചിട്ട് അതിനുള്ളിലുള്ള മണ്ണെല്ലാം എടുത്ത് കളയുകയാണ്. കുളം കുഴിക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കര ശല്യപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് അവനെ കെട്ടിയിട്ടിരിക്കുന്നത്. അവനെ കെട്ടിയിടുന്നത് അവന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഈ കുളം ഞങ്ങൾ 2 ഫീറ്റ് ഡീപ്പിലും 8 ഫീറ്റ് വൈഡായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പം ഉറപ്പിക്കാനായിട്ട് സൈഡിൽ ഞങ്ങൾ കോൺക്രീറ്റ് സ്ലാബ് വെച്ചായിരുന്നു. അതിതിൽ കാണിക്കുന്നില്ല. ഗേറ്റ് തുറന്നിട്ട് ഉടനെ തന്നെ ഈ താറാവുകൾ ലൈനായിട്ട് സായാഹ്ന സവാരിക്ക് ഇറങ്ങും. അവർക്ക് ഈ പച്ച പുല്ലൊക്കെ തിന്നാൻ വലിയ ഇഷ്ടമാണ്. പച്ച പുല്ല് തിന്നുന്നത് വഴി അവർക്ക് ഒത്തിരി മിനറൽസൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. സാധാരണ ഞാൻ തുറന്ന് വിടാറില്ല. ഇതിപ്പോൾ ഗേറ്റ് തുറന്ന് കിടന്നപ്പം വന്നതാണ്. ഞങ്ങളുടെ നെയ്ബറിനൊരു കുളമുണ്ട്. അതിൽ ചെന്ന് ചാടുമോ എന്നുള്ള പേടി കാരണം ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വിടാറില്ല. ഇന്നിപ്പം വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം നിൽക്കട്ടെ. ഈ കുളത്തിൻ്റെ ലൈനറായിട്ട് ടാർപ്പാളിൻ ഷീറ്റാണ് വിരിച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ച് സെക്യൂർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ ലാൻഡ്സ്കേപ്പ് എഡ്ജർ വെച്ചു. ടാർപ്പാളിൻ ഷീറ്റിൻ്റെ പുറത്ത് ഞങ്ങൾ ഈ ഗ്രാവൽ ഇട്ടു. അപ്പോൾ നല്ലൊരു ലുക്ക് വരും. പിന്നെ ഷീറ്റ് നല്ലതുപോലെ കവർ ചെയ്തിരിക്കുകയും ചെയ്യും. പൊങ്ങി നിൽക്കുന്ന ഷീറ്റിൻ്റെ പുറത്തെല്ലാം ഗ്രാവലിട്ട് കവർ ചെയ്തു. താറാവ് അതിൻ്റെ പുറത്തൂടെ നടന്നെല്ലാം വൃത്തിയേടാക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടേ അറിയാൻ പറ്റും. പുറത്ത് ഒരുപാട് പണിയുള്ളത് കൊണ്ട് തന്നെ അടുക്കളയിൽ എനിക്ക് കുറച്ച് എളുപ്പ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, ചോറിന് കറിയൊക്കെ വെക്കുന്നതിൽ. ഇപ്പം ഞാൻ ബീട്രൂട്ട് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഇത് ജ്യൂസ് എടുത്തിട്ട് ബാക്കിയുള്ള അതിൻ്റെ പൾപ്പാണ് വരുന്നത്. ശരിക്കും അത് ഒരുമാതിരി കൊത്തി അരിഞ്ഞതുപോലെയാണ് വരുന്നത്. ഇവിടുത്തെ ബീട്രൂട്ടിനൊക്കെ നല്ല മധുരമാണ്. അപ്പോൾ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മധുരം കുറയും. ജ്യൂസ് നമുക്ക് കുടിക്കുകയും ചെയ്യാം. ഇത് ഇത്രയും ജ്യൂസാണ് അത് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വേറെ ജ്യൂസിൻ്റെ കൂടെ ഇതൊക്കെ ആഡ് ചെയ്ത് കുടിക്കും. ഇതിൻ്റെ ബാക്കി വന്ന പൾപ്പ് എടുത്ത് ഞാൻ കറിയൊക്കെ വയ്ക്കും. തോരൻ വയ്ക്കുകയോ പിന്നെ അല്ലെങ്കിൽ വേറെ പച്ചടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് ഞാൻ മുമ്പൊരു ദിവസം ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ പൾപ്പെടുത്ത് തോരനുണ്ടാക്കിയതാണ്. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. പിന്നെ എന്തിനാണ് വെറുതെ ഇതൊക്കെ കളയുന്നത്. ഇന്നത്തെ പച്ചടിയാണ്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും കഴിച്ചു. പക്ഷേ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ ആരോടും പറയാറില്ല കേട്ടോ. എൻ്റെ കോഴിക്കോടിൻ്റെ മുകളിലിരിക്കുന്ന കിളിയെ പരിചയമുണ്ടോ? നമ്മുടെ കാക്കയാണ്. വലിയ ടൈപ്പ് കാക്ക, റേവൻ എന്ന് പറയും ഇവിടെ. എൻ്റെ മുട്ട എടുക്കാൻ വന്നിരിക്കുന്ന മുട്ടക്കള്ളനാണത്. അതിനെ ഓടിക്കാൻ പല വഴിയും നോക്കി. പക്ഷേ ഇപ്പോൾ അതിനെ ഓടിക്കാനായിട്ട് ഒരു കിളി പോണ കണ്ടോ. കിളിയുടെ മുട്ട എടുക്കാനും അത് ചെല്ലും. അപ്പോൾ കിളി അതിനെ ഓടിച്ചു വിടുന്നതാണ്.
ഈ വലിയ കാക്ക ഒരു കുഞ്ഞു കിളിയെ പേടിച്ചോടുന്നുണ്ടോ. മഞ്ഞുകാലം ആകുമ്പോഴത്തേക്കും ഈ കാക്ക ഇവിടെയൊന്നും കാണില്ല. അത് തണുപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ കുളം റെഡിയായി. അതിൽ വെള്ളമൊക്കെ നിറച്ചു. പക്ഷെ താറാവിനൊക്കെ ഒരു മടി അതിലിറങ്ങാനായിട്ട്. കാരണം അവർ ചെറിയ ബേസിനിലെ വെള്ളത്തിലാണ് അവർ കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഈ ഇച്ചിരി ഡീപ്പായിട്ടുള്ള കുളമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു മടി കുളിക്കാൻ. അവരിങ്ങനെ അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കും, തൊട്ട് നോക്കും. അപ്പോൾ ആട് വന്ന് ഇറങ്ങാൻ പറയുന്നുണ്ടോ എല്ലാത്തിൻ്റെ അടുത്തും. അത് കണ്ടോ, തല മാത്രം മുങ്ങി കുളിക്കുന്നു. കുറച്ച് നേരം എനിക്ക് ഇച്ചിരി ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ഇനി ഇവർ ഇറങ്ങൂലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വെള്ളം കണ്ട ഇറങ്ങാത്ത താറാവുണ്ടോ. ഫൈനലി അവരിറങ്ങി കേട്ടോ. ഒരാൾ വെള്ളത്തിലുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങും, പിന്നെ കയറി അതിൻ്റെ കരയ്ക്കിരിക്കും. ഇനി ഇതിൻ്റെ ഫിൽറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.